ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിത് ബ്രെഡും പൊട്ടാറ്റോയും വെച്ചിട്ടാണ് കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. വെള്ളത്തിൽ അധിക സമയം ഇട്ട് വെക്കേണ്ട. ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 8 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. 8 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അളവുകളാണ് പറയുന്നത്. നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ അധികം സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കണ്ട. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. കുക്കറിലിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ ബ്രെഡും പൊട്ടാറ്റോയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പൊട്ടാറ്റോയിൽ ഉപ്പ് ചേർത്തിട്ടല്ല കേട്ടോ ഇത് വേവിച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കയ്യിൽ ചെറുതായിട്ട് ഒട്ടുന്ന പോലെയുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സ്വാദുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ചൂടോട് കൂടി കഴിക്കണമെന്നേ ഉള്ളൂ. കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരേ വലിപ്പത്തിൽ എല്ലാതും കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാതും അതുപോലെ ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട. കുറച്ച് വെച്ചാൽ ഇത് ചിലപ്പോൾ എണ്ണ കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അധികം കുക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ പുറമേ സൈഡ് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു പ്ലേറ്റിൽ ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സ്വാദാണ് കേട്ടോ ഈ സ്നാക്ക് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാ സ്നാക്കും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പലതരത്തിലുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നല്ല മുരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അകമേ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന നല്ലൊരു സ്നാക്കാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. താങ്ക്